അഖിലെന്ന് പറയുന്ന ചെറുക്കാൻ ഒരു പെണ്ണ് കൊണ്ടുവന്നെന്നുള്ള വിവരം ഞങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ നടന്നതായിട്ട് ഇപ്പം വാർത്താ ചാനലിലൊക്കെ ഇങ്ങനെ വന്ന് ഫോണിലും ഒക്കെ വരുമ്പം പിള്ളേർ ഫോണെ കാണിക്കുമ്പോഴാണ് നമ്മളിത് മനസ്സിലാക്കുന്നതും അറിയുന്നതും തന്നെ. ഈ പിള്ളേരെ ഈ ചെറുക്കന്മാരെ അങ്ങനെ ഒരു വഴക്കാളിയോ കാര്യങ്ങളൊന്നും ഉള്ള പിള്ളേരൊന്നും അല്ല. തിരുവഞ്ചൂർ കൊരട്ടിക്കുന്നിൽ എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിലാണ് കേരള മനസാക്ഷിയെ നടുക്കിയ ആഭിചാരക്രിയ അരങ്ങേറിയത്. ഈ മാസം 2-ാം തീയതിയായിരുന്നു നാടിനെ നടുക്കി സംഭവം അരങ്ങേറിയതിന്റെ ദൃശ്യങ്ങളും പിന്നീട് പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലും പുറത്തു വന്നിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആഭിചാരക്രിയകൾക്ക് നേതൃത്വം നൽകിയ ശിവൻ തിരുമേനി എന്ന് വിളിക്കുന്ന ശിവദാസൻ എന്ന തിരുവല്ല സ്വദേശി അല്പം മുമ്പ് മണർകാട് പോലീസ് ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഈ തെളിവെടുപ്പിൽ പ്രധാനമായും ഈ ആഭിചാരക്രിയ നടത്തിയ രീതികൾ അയാൾ വിവരിച്ചു. പ്രത്യേകിച്ച് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മുറിയിലായിരുന്നു ആഭിചാരക്രിയ നടന്നത്. ഇവിടെ സോഫയിലിരുന്നു പെൺകുട്ടിയെ കൈകാലുകൾ ബന്ധിച്ചും മറ്റുമായിരുന്നു ഈ ആഭിചാരക്രിയകൾ നടന്നതെന്നുള്ള കാര്യം അയാൾ പറഞ്ഞു. രാവിലെ 9 മണി മുതൽ 11 മണി വരെ ഇവിടെ, രാത്രി 11 മണി വരെ ഇവിടെ ചെലവഴിച്ചുകൊണ്ടായിരുന്നു ഈ ആഭിചാരക്രിയകൾക്ക് നേതൃത്വം നൽകിയതെന്നുള്ള മൊഴിയാണ് അയാൾ നേരത്തെ നൽകിയത്. അതിന് പ്രകാരമാണ് ഇന്ന് ശിവൻദാസൻ എന്ന ശിവൻ തിരുമേനി ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. ഇപ്പോൾ തെളിവെടുപ്പിന് ശേഷം അന്വേഷണ സംഘം തിരികെ മടങ്ങിയിട്ടുണ്ട്. 2 ദിവസത്തെ കസ്റ്റഡിയിലാണ് ശിവദാസനെ വാങ്ങിയത്. ഇന്ന് മടക്കി തിരികെ കോടതി നൽകുമെന്നും അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പശ്ചാത്തലം ഇങ്ങനെയാണ്. കോട്ടയം സ്വദേശിയായ പെൺകുട്ടിയുമായി ഈ വീട്ടിലെ താമസിക്കുന്ന അഖിൽ പ്രണയത്തിലാവുന്നു. അഖിൽ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് ഈ വീട്ടിലേക്ക് വരുന്നു. 2 ആഴ്ചക്കേറെയായി ഇവിടെ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. അതിനിടെ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കുമായി പെൺകുട്ടിക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പെൺകുട്ടിയിൽ ചില ദുരാത്മാക്കളുണ്ട്, അതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയുടെ ദുരാത്മാക്കളെ നീക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു പൂജ നടത്തിയതെന്നായിരുന്നു മൊഴി നൽകിയിരുന്നത്. എന്തായാലും പിന്നീട് പെൺകുട്ടി പറഞ്ഞത് അതിക്രൂരമായ പീഡനം, അതായത് തലയിൽ ഭസ്മം ചേർത്ത് വലിച്ച് തലമുടി മുറിച്ചു, അതോടൊപ്പം ഭസ്മം തീറ്റിച്ചു, മദ്യം കുടിപ്പിച്ചു, ബീഡി വലിപ്പിച്ചു, അങ്ങനെ അടക്കമുള്ള ക്രൂരമായ പീഡനങ്ങളാണ് നടന്നത്. ഇപ്പോഴും അതിന്റെ മാനസികാഘാതത്തിൽ നിന്നും പെൺകുട്ടി മോചിതയായിട്ടില്ല. ഈ അഖിലിന്റെ മാതാവ് സൗമിനി ഇപ്പോഴും ഒളിവിലാണ്. അവർക്കായ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൂടുതൽ പ്രതികൾ ഇനി ഈ കേസിലില്ല എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഇപ്പോൾ അറസ്റ്റിലായ 3 പേരും, അതായത് അഖിലും പിതാവ് ദാസ്, അതോടൊപ്പം ഈ പൂജ നടത്തിയ അല്ലെങ്കിൽ ദുർമന്ത്രവാദം നടത്തിയ ശിവദാസ്, അതോടൊപ്പം അഖിലിന്റെ മാതാവ് സൗമിനി എന്നിവരാണ് ഈ കേസിലെ പ്രതികൾ. ഇവർ മാത്രമാണ് ഈ കേസിൽ പ്രതികളെന്നാണ് പോലീസ് അറിയിക്കുന്നത്. എന്തായാലും വേഗത്തിൽ പോലീസിന് പ്രതികളെ പിടികൂടുവാൻ കഴിഞ്ഞത് അഭിമാനകരമാണ്. പെട്ടെന്ന് പരാതി ഉയർന്നതിന് പിന്നാലെ തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നതും ഇത്തരം ദുഷ്പ്രവണതകൾക്കെതിരെയുള്ള സന്ദേശമായും പോലീസിന്റെ അറസ്റ്റ് മാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്താൻ പോലീസിന്റെ കഴിഞ്ഞത് വളരെ അഭിനന്ദനാർഹമാണ്. തിരുവഞ്ചൂരിൽ നിന്നും ജോസി ബാബു, മീഡിയ 1.